ഹായ് എവറി വൺ, ഐ എം ഷാന. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷുമാണ് ബീഫ് വരട്ടിയത്. പൊറോട്ടയ്ക്കൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബീഫ് വരട്ടിയത്. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/2 കിലോ കുറച്ച് എല്ലുള്ളതും ബാക്കി എല്ലില്ലാത്ത കഷ്ണങ്ങളുമാണ്. എല്ലുള്ള ബീഫും കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ മുഴുവൻ എല്ലില്ലാത്തതും ആയാലും കുഴപ്പമില്ല. പിന്നെ ബീഫ് കഴുകി നന്നായി ഡ്രെയിൻ ചെയ്ത് വെക്കണം. പിന്നെ ബീഫ് കഴുകുമ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയൊന്നും വെക്കരുത്. നന്നായി കഴുകണം, പക്ഷെ പെട്ടെന്ന് കഴുകി ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയണം. ബീഫ് ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കഴുകി കുതിർത്തി വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് കുറയും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി വെള്ളം കളഞ്ഞ് ബീഫ് പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ബീഫിന് വേണ്ടി കുറച്ച് സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 കഷ്ണം കറുകപ്പട്ട, ഒരു 6-7 ഗ്രാമ്പു, 16 കുരുമുളക്, ഒരു 5 ഏലക്ക, പിന്നെ ഒരു തക്കോലത്തിൻ്റെ പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം വരെ. ഇതെല്ലാം ഇട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ. ഒരു 2 മിനിറ്റൊക്കെ മതിയാവും ഇത്രയും സ്പൈസസിന് വേണ്ടിയിട്ട്. നല്ലൊരു മണം വന്ന് തുടങ്ങും. കളറൊന്നും ഡാർക്കായി പോകരുത്. എന്നിട്ട് അത് അടുപ്പത്തു നിന്ന് മാറ്റി പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ബീഫ് വരട്ടിയതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് കുരുമുളക് കൂടുതൽ ഇഷ്ടമാണ്. എനിക്ക് കുരുമുളകിൻ്റെ എരിവ് കൂടുതൽ അത്ര ഇഷ്ടമല്ല. ഇതാണ് എൻ്റെ ഒരു പാകം. അപ്പോൾ നിങ്ങൾക്ക് ഈ കുരുമുളകിൻ്റെ എരിവ് നല്ലോണം ഇഷ്ടമാണെങ്കിൽ കൂടുതൽ കുരുമുളക് ഇടുക. അതുപോലെ ചിലർക്ക് ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റ് പൊങ്ങി നിൽക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചും കൂടി ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. എന്നാലും ഞാൻ എപ്പോഴും ഈ ഒരു അളവാണ് ചേർക്കാറ്. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി, ഒരു 6 ചുവന്നുള്ളി, 10 വലിയ അല്ലി വെളുത്തുള്ളിയും, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും, ഇത് 3ഉം കൂടി ഒന്ന് ഇട്ട് ഒരുമിച്ച് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കഴിയുന്നതും മിക്സിയിലും ചോപ്പറിലൊന്നും ഇടാതെ കല്ലിലിട്ട് തന്നെ ചതച്ചെടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോഴൊന്നും കൂടി നല്ല ടേസ്റ്റ് കൂടും. ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത സ്പൈസസ് കൂടാതെ കുറച്ചും കൂടി സ്പൈസ് പൊടികളുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കുറവ് മതി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂണോളം മതി, പിന്നെ ഉപ്പ് പാകത്തിന്. 1.5 കിലോ ബീഫിന് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റേജിൽ. ഇത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ആ വെളിച്ചെണ്ണ തേക്കുമ്പോൾ ബീഫ് ഒന്ന് സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇത് കഴിയുന്നതും ഒരു 1 മണിക്കൂർ പുരട്ടി വെക്കാൻ നോക്കാം. എന്നിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം, ശകലം വെള്ളം, അതൊന്ന് നനയ്ക്കാൻ വേണ്ടി മാത്രമുള്ളത്ര വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 8-10 സ്റ്റീം കേൾക്കണ വരെയും കുക്ക് ചെയ്യാം. എന്നിട്ട് തന്നെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. എന്നിട്ട് തുറന്നാൽ മതി. ബീഫ് കുക്ക് ചെയ്യണ നേരത്ത് നമുക്ക് ഉള്ളി നന്നാക്കാം. 1 കപ്പ് ചുവന്നുള്ളിയും 1 സവാളയും എടുക്കുന്നുണ്ട്. ഇതൊക്കെ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് ചൂടാറിയതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കാണും ഇതുപോലെ. അതൊന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അടിയിലൊന്നും പിടിക്കരുത്. പക്ഷെ ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ചെറുതായിട്ടൊരു നനവ് ബാക്കി ഇരുന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഒരു പാകം. ഇനി വലിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ബീഫ് വരട്ടിയതിന് എപ്പോഴും നല്ലത് നല്ല വെളിച്ചെണ്ണയാണ്. അതിലാർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. തണ്ടൊന്നും കളഞ്ഞിട്ടില്ല. എന്നിട്ട് ഇതിലേക്ക് ആ കുക്ക് ചെയ്ത ബീഫ് മുഴുവനും ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് ഒരു പീസൊന്ന് കഴിച്ച് നോക്കണം വെന്തിട്ടുണ്ടോയെന്ന്. വേവ് പോരാന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ തന്നെ വെച്ച് ഒരു 1-2 സ്റ്റീമും കൂടുതൽ കുക്ക് ചെയ്തിട്ടേ ഇതിലേക്ക് ചേർക്കാവൂ. എന്നിട്ട് ഫ്ലെയിം അല്പം ഹൈ ആക്കി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ബീഫ്. അപ്പം നല്ലൊരു മണം വരും. അപ്പോൾ ഇത് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ കൂടുതലുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ആ കറിവേപ്പിലയുടെ തണ്ടൊക്കെ ഈസി ആയിട്ട് എടുത്ത് മാറ്റിക്കളയാം. ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ആ ചെറിയ തീയിൽ കിടന്ന് ഈ ആവിയും കൂടി ആയിട്ട് കുക്കാവുമ്പോൾ ആ ഫ്ലേവേഴ്സൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കും.
അപ്പോൾ ചെറിയ തീയിൽ പതുക്കനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കാൻ മറക്കരുത്. ഇതിട്ടുണ്ട് അവിടെ ഇവിടെ ഒന്നും പോകരുത്, തീരെ അടിയിലൊന്നും പിടിക്കരുത്. ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് നിർത്താം. ചെറിയൊരു നനവ് ബാക്കി ഉണ്ടാവും. ഇത് ഭയങ്കര ഡ്രൈ ഫ്രൈ അല്ല ഇത്, ഈ ബീഫ് വരട്ടിയത്. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം തുറന്നിളക്കി ബീഫ് ചീനച്ചട്ടിയിൽ ഇട്ടതിന് ശേഷം ഒരു ഏകദേശം 10 മിനിറ്റോളം കുക്കായിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കും. അങ്ങനെ ആയി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ഈ സ്റ്റേജിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ലാസ്റ്റിൽ ചേർക്കുമ്പോൾ ഒരു നല്ല മണവും ആ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട, 1/2 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഇത് മൂടി മാറ്റി വയ്ക്കാം. അപ്പോൾ ആ അടുപ്പത്ത് തന്നെ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പിൽ പകുതി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതും ഇളക്കി ഒരു 10 മിനിറ്റോളം നന്നായി മൂത്ത് കിട്ടുന്നവരെ നല്ലൊരു ഗോൾഡൻ കളർ. ഇതിൽ കൂടുതൽ ഡാർക്കായി പോണ്ട. ഇത് ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി കുറച്ച് ഞാൻ മാറ്റി വെക്കണുണ്ട് കേട്ടോ, അത് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫ്ലെയിം ഒന്നും കൂടി ഓണാക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഇത് ഒന്ന് ഇളക്കി ആ ഉള്ളി മൂപ്പിച്ചതിൻ്റെ ടേസ്റ്റും കൂടി ആ ബീഫിലേക്ക് പിടിക്കണം പതുക്കനെ. ഈ സ്റ്റേജിൽ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല കിടിലൻ ടേസ്റ്റുള്ള ബീഫ് വരട്ടിയത്. ആ മൂപ്പിച്ച് വെച്ച് മാറ്റി വെച്ച ആ ഉള്ളിയും കൂടി മുകളിൽ വെറുതെ ഒന്ന് ഗാർണിഷിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഒരു രസം. ഈ ബീഫ് വരട്ടിയത് പൊറോട്ടയ്ക്കൊപ്പം ഏറ്റവും ബെസ്റ്റാണ്. മുമ്പ് ഞാൻ പൊറോട്ട വീഡിയോ ഷെയർ ചെയ്തിരുന്നു, വീട്ടിലുണ്ടാക്കുന്ന പൊറോട്ട. അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാം. പിന്നെ വേറൊരു ബീഫ് വരട്ടിയ റെസിപ്പി ഉണ്ട്, അതിൽ തക്കാളിയും കൂടി ചേർത്ത് കുറച്ചും കൂടി സ്പൈസസ് ഉള്ളതാണ്. അതും വേണമെങ്കിൽ കണ്ടു നോക്കാം. റെസിപ്പി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.